സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2019 ഡിസംബറിൽ ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതാണ്. ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞ് ഈ സിനിമ പൂർത്തിയാക്കി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 45 ദിവസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ഈ സിനിമ 42 ദിവസം പൂർത്തിയാക്കി. അതിൻ്റെ ഏറ്റവും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച 2 വ്യക്തികൾ, എല്ലാവരും സഹകരിച്ചു, എന്നാലും മഞ്ജു വാര്യരും സണ്ണി വീനും. ഒപ്പം ഇതിൻ്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ സലീൽ, രഞ്ജിത്ത്, പുതിയ അവരുടെ ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് അഭയന്, അനിൽ, അതുപോലെ ഒരുപാട് ടെക്നീഷ്യൻസ്. അതിനെക്കുറിച്ചൊക്കെ ഇവർ നിങ്ങളെ പിന്നീട് അറിയിക്കും. ബാക്കിയുള്ള എല്ലാവരും, ഇതിൽ അഭിനയിച്ച ശ്രീകാന്ത് മുരളിയേട്ടൻ, നിരഞ്ജന, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, വളരെ ഒരഭിമാനം തോന്നുന്ന നിമിഷമാണ്. നമ്മളും ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൽ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസ് ഇതിൻ്റെ പങ്കാളിയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരാൾ നമ്മളോട് അതിൻ്റെ ഒരു ഭാഗമായി തീരുന്നത് തീർച്ചയായിട്ടും അഭിമാനമാണ്. കാരണം ഒരു കമ്പനി അത് സിനിമ നിർമ്മിക്കുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ പങ്കാളിയാവുന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച മഞ്ജു വാര്യർക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർന്ന് നിങ്ങളെ അറിയിക്കും. ഏറ്റവും അഭിമാനത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ചതുർമുഖം എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിനയ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പരീക്ഷണമാണ്. അത് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയമാണെങ്കിലും ഈ സിനിമ ഏത് ജനുസിലാണോ ഉള്ളത് അതാണെങ്കിലും എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും പ്രീസ്റ്റിന് മുമ്പ് ഷൂട്ടിംഗ് തീർത്ത ഒരു സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്വഭാവമുള്ള ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. അതും വളരെ പ്രതിഭയുള്ള 2 പുതുമുഖ സംവിധായകരാണ്. 2 എഴുത്തുകാരും വളരെ അനുഭവ സമ്പത്തുള്ള 2 എഴുത്തുകാരാണ്. ഒപ്പം ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ എല്ലാ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഒപ്പം സണ്ണിയും അലൻസിയർ ചേട്ടൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. നിരഞ്ജന, ശ്രീ, ഇങ്ങനെ ഒരുപാട് നല്ല അഭിനേതാക്കളും നല്ല മുഹൂർത്തങ്ങളും ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങും എന്നെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളതായിരുന്നു, ഇതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്നതിന് എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് സന്തോഷത്തോടെ നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇരിക്കാൻ. ഒരുപാട് ആഗ്രഹമായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മഞ്ജു വാര്യർ സിനിമയിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്നുള്ളത്. സത്യമാണ്. വളരെ യാദൃശ്ചികമായിട്ട് ചതുർമുഖം എന്ന് പറഞ്ഞ സിനിമ എന്നിലോട്ട് എത്തി. എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതൊരു ഹൊറർ സബ്ജക്റ്റാണ്. ഇപ്പം
വിളിക്കുന്ന ഒരു ടെക്നോ ഹൊറർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എൻ്റെ പുതുമുഖ സംവിധായകരാണ് സലീലും രഞ്ജിത്തും. വളരെ ബ്രില്യൻ്റായിട്ട് ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മളിന്ന് ഈ സിനിമയിൽ ചതുർമുഖം എന്ന് പറയുമ്പോൾ 4 ഫേസസ് എന്നാണ്. അതിൽ ഞങ്ങളിന്ന് 4ാമത്തെ 3 മുഖങ്ങൾ ഞങ്ങൾ ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് മഞ്ജു വാര്യരുടെയും, ഒന്ന് എൻ്റെയും, പിന്നെ അലൻ ചേട്ടൻ്റെയും. ഇതിൽ 4ാമത്തെ മുഖം നമ്മളിന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഇച്ചിരി കഴിഞ്ഞാൽ നടക്കും. അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. എൻ്റെ പേര് രഞ്ജിത്ത് കമലാശങ്കർ എന്നാണ്. ഈ സിനിമയിലെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സാണ്. എൻ്റെ കൂടെ സലിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. ഞങ്ങളുടെ അതെ, ദൂരെയാണെങ്കിൽ മനസ്സൊരുമിച്ചാണ്. അതാണ്. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിമാണ്. ഒരു ടെക്നോ ഹൊറർ എന്നൊരു ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. മലയാള സിനിമയിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു ജോണറാണ്. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നതിൽ നല്ല അഭിമാനമുണ്ട്. ഇത് ഞങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റൈറ്റേഴ്സ് അനിൽ, അഭയ്, അവരുടെ അടുത്താണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ അഫ്കോഴ്സ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിസ് ഇല്ലായിരുന്നെങ്കിൽ ആക്ച്വലി ഈ പ്രോജക്റ്റ് നടക്കുക തന്നെ ഇല്ലായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രോജക്റ്റ് കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തതാണ്. പക്ഷേ ഇത്രയും ഡിഫറെൻ്റ് ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പലർക്കും മടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് പലർക്കും ഒരു എന്താ പറയുന്നത്, ഒരു റിസ്ക് എലിമെൻ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ജിസിന് ഈ കഥ കേട്ട നിമിഷം തന്നെ പുള്ളിക്ക് അത്രയും ഇത് ഇഷ്ടപ്പെട്ടു. പുള്ളി അന്ന് തന്നെ പറഞ്ഞു നമുക്കിത് ചെയ്തിരിക്കും, നമ്മളിത് എന്തായാലും ചെയ്തിരിക്കും എന്നാണ് ജിസ് പറഞ്ഞത്. പിന്നെ അഫ്കോഴ്സ് മഞ്ജു വാര്യർ, സണ്ണി വെയിൻ, അലൻ സിരേട്ടൻ, ശ്രീകാന്ത് മുരളിച്ചേട്ടൻ, നിരഞ്ജന, നല്ലൊരു കാസ്റ്റ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു കാസ്റ്റ് കിട്ടുന്നത് ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. സോ എല്ലാവരും ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കരമായി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫിലിമാണ്. ഹൊറർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു തിയേറ്ററിൽ കാണേണ്ടൊരു ജോണറാണ്. സാധാരണ ഒരു സിനിമ പോലല്ല. ഇതിലെ സൗണ്ട് ആണെങ്കിലും ഇതിലെ ക്യാമറ ആണെങ്കിലും എല്ലാം വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻ്റാണ്. അത് എത്ര സ്ട്രെസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽ കുര്യൻ എന്നാണ്. ഞാൻ ഈ സിനിമയുടെ വൺ ഓഫ് ദ റൈറ്റേഴ്സാണ്. മറ്റേ ആൾ അഭയ്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതൊരു പുതുമയുള്ളൊരു സിനിമയായിരിക്കുമെന്ന്. കാരണം അത് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് കാലിക പ്രസക്തിയുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് ടെക്നോളജി നമ്മുടെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് അത് വളരെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിൽ കൊറോണ കാരണമൊക്കെ ഇരിക്കുന്ന പ്രായമായവർ വരെ ടെക്നോളജിയെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അത് ഇത്രയും നമ്മളോട് അടുത്ത് സംവദിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ കാണിക്കുന്നത് ടെക്നോളജി കൂടെ ഉള്ള ഹൊറർ സാധ്യതകളെയാണ് ഈ സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്തത് എന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്വേഗം നിറഞ്ഞ സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഒരു സ്വപ്നം ഇവിടെ വരെ എത്തിക്കാൻ അതിനോട് കട്ടയ്ക്ക് കൂടെ നിന്ന സലിലിനെയും രഞ്ജിയെയും എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒബ്വിയസ്ലി ജിസ്റ്റോംസ്, പുള്ളി ഇതിൽ കാണിച്ച ഫെയ്ത്ത്, പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ തന്നെ ഫുൾ അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയ മഞ്ജുവിന് താങ്ക്സ് പറയുകയാണ്. വേറൊരാളെന്ന് പറഞ്ഞാൽ ബിനീഷ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ രീതിയിൽ ഈ പ്രൊജക്റ്റ് ചിലപ്പോൾ നടക്കില്ല. അപ്പം എല്ലാവരെയും ഒരു പുതിയ എക്സ്പീരിയൻസ് കാണാനായിട്ട് നമ്മൾ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ ഓഡിയൻസിന് അതൊരു നല്ല എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പറഞ്ഞതിൻ്റെ കൂടുതലായിട്ട് പറഞ്ഞു മറിക്കാൻ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഭയം എന്ന് പറയുന്നത് ഇതൊരു കമേഴ്ഷ്യൽ സിനിമ സ്പേസിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം മുതലേ അഭയും അനിലായിട്ട് സംസാരിക്കുമ്പോൾ ഞാനെനിക്ക് തീരുമാനിച്ചത് ഇതൊരു കമേഴ്ഷ്യൽ പടമായിരിക്കണം. അത് തിയേറ്ററിൽ ആളുകൾ വന്ന് കണ്ട് ആസ്വദിച്ച് ഇറങ്ങിപ്പോകുന്നൊരു സിനിമ തന്നെയായിരിക്കണം. അത് അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് നമ്മളൊരു ഈ ഹൊററിനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതിലൊരു കഥ മാത്രമല്ല, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പോലും നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറ്റി പിടിക്കണം.
എന്നുള്ള ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി തന്ന മഞ്ജുവിനും ജിസിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പോരാത്തതിന് ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വരുന്നത് സണ്ണിയുടെ ആൻ്റണി എന്നൊരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് കഥയുടെ ഒരു നറേറ്റർ എന്നൊരു മോഡിൽ വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ മഞ്ജുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കാണാത്തൊരു പെയർ വേണം എന്നൊരു തോന്നൽ നമുക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പം അത് സണ്ണിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ജിസ് നമ്മളോട് സണ്ണിയോട് കഥ പറഞ്ഞു നോക്കൂ, ഇഷ്ടപ്പെടുന്നതാണ്, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് എത്തുകയും ഒരു ഫോൺ കോളിൽ ഞങ്ങളൊരു അരമണിക്കൂർ കഥ പറഞ്ഞപ്പോൾ തന്നെ സണ്ണി വളരെ ഇഷ്ടപ്പെടുകയും സ്ക്രിപ്റ്റ് വായിച്ച് വിളിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം ഞങ്ങളെ നേരിട്ട് കാണാതെ ഫോണിലൂടെ കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് സണ്ണി ഈ പ്രൊജക്റ്റിലേക്ക് വന്നത്. അപ്പോൾ അത്രയും വിശ്വാസം അവർക്കെല്ലാം ഈ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഈ രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്കുള്ള ധൈര്യം തന്നത്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭയകുമാർ എന്നാണ്. ഞാൻ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇവിടെ എല്ലാവരും വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനോട് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഈ ഒരു ടെക്നോ ഹൊറർ എന്ന ഈ സബ്ജക്റ്റ് ഞങ്ങൾ കൺസീവ് ചെയ്ത് ആദ്യമായിട്ട് സലിൽ രഞ്ജിത്ത് ഇവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അവരുമായിട്ട് വളരെ നല്ല സൗഹൃദമുണ്ട്. പുണ്യാൾ നഗർ ബത്തീസ് ചെയ്യുമ്പോൾ തന്നെ അവരതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് അവരോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി അവരതിനോട് വളരെ താല്പര്യം പറയുകയും ഇതായിരിക്കും നമ്മളുടെ ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. പിന്നെ കുറേ സമയമെടുത്തു, കുറച്ച് വർഷങ്ങളെടുത്തു അതിൻ്റെ ആ പ്രോസസ്സ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഈ സലിൽ ആൻഡ് രഞ്ജിത്ത് എടുത്ത എഫർട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത ഓരോ സീൻസും എങ്ങനെയായിരിക്കണം, അതിൻ്റെ വിഷ്വൽ എങ്ങനെയായിരിക്കണം, സൗണ്ട് ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്ന മേഖലകളിലെല്ലാം തന്നെ അവർ വളരെ സ്പെസിഫിക് ആയിരുന്നു, റിസർച്ച് ചെയ്തിരുന്നു. അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് ഈ പ്രൊജക്റ്റിനെ സമീപിച്ചത്. തുടർന്ന് ഈ പ്രൊജക്റ്റ് ജിസ്സിലേക്ക് എത്തുകയും ജിസ് അത് വളരെ സ്നേഹത്തോടെ സപ്പോർട്ടോടെ കൂടെ നിൽക്കുകയും ഇത് ടേണിംഗ് പോയിൻ്റ് ആയത് ബിനീഷ് മഞ്ജു വാര്യർ ലെവലിലേക്ക് എത്തിയപ്പോഴാണ് ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചത് എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് അതൊരു വളരെ ഒരു നല്ല സൗഹൃദത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും തുടക്കമായിരുന്നു. അത് ഈ നിലയിൽ പല ചലഞ്ചുകളിലൂടെയും കടന്നുപോയി. സിനിമ ഷൂട്ടിംഗ് പീരീഡിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും എല്ലാം പല പല ചലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിലും നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് അതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകരിലെത്തി അവരത് എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ വലിയൊരു ഡ്രീമാണ്. അത്രയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അത്രമാത്രം ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ പീരീഡിൽ അതിന് ഒരുപാട് ടൈം കിട്ടി എന്ന് തന്നെ പറയാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതെല്ലാം ഓഡിയൻസിലേക്ക് എത്തുകയും അത് അവരെ ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഞങ്ങളതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എല്ലാവരും കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് മീഡിയ അതുപോലെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ എല്ലാവരും ഒരു പേര് കേട്ടു, ബിനീഷ് എന്ന്. ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജൻ, ആമേനൊക്കെ ചെയ്ത അഭിനന്ദനാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റർ മനോജ് എന്ന് പറയും, ആമേൻ, ആക്ഷൻ ഹീറോ ബിജു, ഗ്രാൻഡ് മാസ്റ്റർ, ഇങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒരുപാട് ക്ലാസ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ ടെക്നീഷ്യൻസ് ഇന്നയാൾ നല്ലതായിരിക്കും, ഇങ്ങനെ നല്ലതായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നമ്മൾ വെച്ചതാണ്. പക്ഷേ ആക്ച്വലി പ്രൊജക്ട് ഡിസൈനറാണ് ബിനീഷ് ചന്ദ്രൻ. ബിനീഷ് വാ. എല്ലായിടത്തും ഉണ്ട് ബിനീഷ്, എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല ഈ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പുതിയ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ അവിടെ ഒരു കാസ്റ്റിങ്ങിൽ നല്ലൊരു പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കുമോ, ബിനീഷിന് അയച്ചു കൊടുത്താൽ മതി. അദ്ദേഹം കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് തരും എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ബാക്കി സിനിമയെക്കുറിച്ച് എന്താ ഇല്ല, ബാക്കി സിനിമയെക്കുറിച്ച് ഇപ്പോൾ ബാക്കി പറയാം. നമസ്കാരം. എല്ലാവരും ലോകം മുഴുവൻ വലിയ പ്രതീക്ഷകളിലാണ്. എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
സിനിമയുടെ കാര്യത്തിലും. ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചതും ബിനീഷാണ്. സലിലും രഞ്ജിത്തുമായിട്ട് അന്വേഷണം എന്ന സിനിമ എഴുതുമ്പോൾ മുതലുള്ള അതിൽ പ്രവർത്തിക്കുമ്പോഴുള്ള പരിചയമാണ്. ടെക്നോ ഹൊറർ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഹൊറർ സബ്ജക്ട്സ് കാണുമ്പോൾ, ആ സിനിമകൾ കാണുമ്പോൾ, പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ലോജിക്കൽ കണക്റ്റൊക്കെയാണ് ശരിക്കും നമുക്ക് പലപ്പോഴും പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കാറ് ലോജിക്കലി. അപ്പോൾ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ, ഞാൻ സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ പ്രസൻസി ഉള്ളെങ്കിലും മുഴുവൻ കഥയും ഏറെക്കുറെ എന്നോട് രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയുകയാണ്. ലോജിക്കലി കണക്ട് ചെയ്യാൻ, പക്ഷേ ഈ സിനിമയിലെ ബ്രില്യൻസി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കണക്ട് ചെയ്യാൻ നടത്തിയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ശ്രമമാണ് സ്ക്രീൻ പ്ലേയിൽ. അത് തീർച്ചയായിട്ടും ടെക്നോ ഹൊറർ ഫിലിമാണ്. അതിൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ, ഹൊറർ സിനിമകളല്ല. അപ്പോൾ അത്ര വളരെ മനോഹരമായിട്ട് നേരത്തെ പറഞ്ഞ മനോജ് സേനനും എല്ലാവരും ചേർന്നിട്ട് ഈ സിനിമയെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ കൂടെ മറ്റെല്ലാവരെയും പോലെ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ഈ സ്ക്രീനിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തുടങ്ങിയ കാലത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തായാലും അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സിനിമയിലും. ഞാൻ ചോദിച്ചു മഞ്ജു വാര്യരുമായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, അത് കാണണം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ യൂത്ത്ഫുൾ ആയിട്ടൊരു ആംബിയൻസ് ആയിരുന്നു. സണ്ണിയെ കുറേ കാലമായിട്ട് പല സിനിമകളുടെ സെറ്റിൽ പോയി കഥ പറയാനും അല്ലാതെയൊക്കെ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. ഞങ്ങളൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ എനിക്ക് കൂടെ ഉണ്ടാകാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നിരഞ്ജനയുടെ ഒപ്പം ഒരു മാസം മുമ്പ് ഒരു ചെറിയ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആയി, എല്ലാ ഗാഡ്ജറ്റ്സും അമ്മമാരും മുത്തശ്ശിമാരും വരെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓൺലൈൻ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഈ സിനിമയുടെ ചലഞ്ചും റെലവൻസും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു. OTT പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇറക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മളത് തീർച്ചയായിട്ടും അത് തടഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ബിനീഷും നമ്മളെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിനിമ ഇറക്കണ്ട എന്നുള്ളത്. കാരണം അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുത്, പ്രത്യേകിച്ച് പ്രേക്ഷകന്. കാരണം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പുതിയ ഡയറക്ടേഴ്സ് അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു മുഖമാവുമ്പോൾ അതിനൊരു ശബ്ദവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ശബ്ദവും നിങ്ങളിലേക്ക് ഇന്ന് എത്തും. നാലാമത്തെ മുഖം കാണുകയും ആ മുഖത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? പക്ഷെ അതിൽ വേറെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ മുഖം 3 മുഖങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അതാണോ ഇനി 3 മുഖം ചേർന്നൊരു മുഖം? ശബ്ദം, ആ ശബ്ദം എല്ലാവരിലേക്കും. ഇതിന്റെ ശബ്ദം പോയി. ഇങ്ങനത്തെ വളരെ വിചിത്രമായിട്ടുള്ള അനിഷ്ടങ്ങളല്ല, ഇതൊക്കെ ഭയങ്കര വിചിത്രങ്ങൾ, ഇതൊക്കെ വളരെ പ്രഷ്യസ് ആണ്. ഇതൊക്കെ വേറെ എവിടെയും കിട്ടില്ല. ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു, തുടങ്ങിയപ്പോൾ തൊട്ട് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഇതേപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ലൊക്കേഷനിലുണ്ടായിരുന്നു. പലരുടെയും ഇതേപോലെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സീനിൽ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രെയിമിലുണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ് വന്ന് വീണു. പിന്നെ പലരുടെയും ഇതേപോലെ ഫോണുകൾക്ക് പല തകരാറുകൾ ഉണ്ടായി, ഫോണുകൾ വർക്ക് ചെയ്യാതായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ബേസിക്കലി നൈറ്റ് ആയിരുന്നു ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാമത് എനിക്കൊക്കെ ബേസിക്കലി ഇത്തിരി പേടിയുള്ള ആളാണ് പ്രേതം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഇവിടെയും അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി
എവിടെ ലൊക്കേഷനിൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഫോണുകൾ വർക്ക് ചെയ്യാതാവുമായിരുന്നു ചില സമയത്തൊക്കെ. ചില പ്രത്യേക സമയങ്ങളിൽ ഫോണുകൾ, എല്ലാവരുടെ ഫോണുകളും പെട്ടെന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആവുന്നു, ഫോണുകൾ പെട്ടെന്ന് ഓഫ് ആവുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ, അത് പലർക്കും സാക്ഷി പറയാനും ഉണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി, പെട്ടെന്ന് ഫോൺ ഹാങ് ആവുകയൊക്കെ ചെയ്തിരുന്നു. മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഹൊറർ സിനിമ തന്നെ അപൂർവമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോ ഹൊറർ വൈബിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോണറിലുള്ള ചിത്രം എങ്ങനെ നോക്കിക്കാണും? അതിൻ്റെ ഒരു സാധ്യത? ഞങ്ങളുടെയൊക്കെ വലിയൊരു എക്സൈറ്റ്മെൻറ്റും അതാണ്. ഇത് മലയാളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. മലയാളത്തിൽ തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ ഒരു ശ്രമമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ടെക്നോളജി ഉൾപ്പെടാത്ത ഒരു കാര്യവുമില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ടെക്നോളജി ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്നോളജിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടം എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ അഭയും അനിലിനും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിച്ചത്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഇതിൻ്റെ ഒരു സ്വഭാവം കാരണം കൂടുതൽ വിവരങ്ങൾ പറയാനുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഉപകാരമാണോ ഉപദ്രവമാണോ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ അത്രയും പുതുമയുള്ള, എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച, ഞാനൊരു ഹൊറർ സിനിമ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഇത് പ്രീസ്റ്റിന് മുമ്പ് ചിത്രീകരിച്ച സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും എന്നെ ആ ഒരു ഹൊറർ സിനിമയാണ് എന്നുള്ളൊരു കാര്യം എന്നെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്തിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ കഥ അത്രയധികം ഒരു പുതുമയുള്ളതായിരുന്നു. ശരിക്കും സാധാരണ വ്യത്യസ്തം പുതുമയുള്ളതെന്ന് നമ്മൾ പല പല പ്രോജക്ട്സിലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു പരീക്ഷണാർത്ഥം തന്നെ ഞാൻ സന്തോഷത്തോടെ പങ്കുചേർന്നൊരു സിനിമയാണ്. പിന്നെ ഉറപ്പായിട്ടും സണ്ണിയുമായിട്ട് ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ ആ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. മൊത്തം നല്ലൊരു ടീമായിരുന്നു ഇതിന് എന്നെ കാത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പ്യുവർലി നമുക്കിതിന് ടെക്നിക്കൽ ഹൊറർ ഗണത്തിലെന്തായാലും തീർച്ചയായിട്ടും പെടുത്താൻ പറ്റും. പിന്നെ എന്താ പറയുക, ആരും ട്രാവൽ ചെയ്യാത്തൊരു ഏരിയ തന്നെയാണ് ഈ സിനിമ ട്രാവൽ ചെയ്യണത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ പറ്റുമായിരുന്നു. ഇതിൽ ഒരു ഹൊറർ സിനിമ ആകുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, സൗണ്ട് ഡിസൈനിങ് ഉണ്ട്, VFX ഇതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം വളരെ വളരെ ക്രാഫ്റ്റുള്ള ആളുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ പറഞ്ഞ പോലെ അഭിനന്ദൻ രാമാനുജമാണ്. മ്യൂസിക്കും ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക് ഡോൺ വിൻസെൻ്റ് ആണ്. ഇതിൻ്റെ മിക്സിങ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവാണ്. VFX ചെയ്തിരിക്കുന്നത് പ്രൊമൈസ് ഗ്രൂപ്പ്. വളരെ ഭംഗിയായിട്ട് ഈ സിനിമ കണ്ട എല്ലാവരും എടുത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അതിനെക്കുറിച്ച് ഇപ്പം അറ്റ്മോസ് സറൗണ്ട് ടെക്നോളജി 7.1 ആണ് ഫിലിമിൻ്റെ മിക്സ്. അപ്പോൾ അങ്ങനെയുള്ള തിയേറ്ററിൽ തന്നെയാണ് സിനിമ പോയി കാണേണ്ടത്. 7.1 മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത ആൾക്കാരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ടിന് മഞ്ജു പറഞ്ഞതുപോലെ ടെക്നോളജിക്ക് സ്വാഭാവികമായും ഒരു ഹൊറർ മൂവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഫിലിമിന് ടെക്നോ ഹൊറർ ഫിലിം ആകുമ്പോൾ നാച്ചുറലി വീണ്ടും അതിൻ്റെ പ്രാധാന്യം കൂടും. അത് വളരെ കൃതഹസ്തയോട് കൂടിയിട്ട് ചെയ്യാവുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. മനോജ് സേനനെയൊക്കെ നമുക്കറിയാമല്ലേ, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ സ്വഭാവവും ആമേൻ്റെ സ്വഭാവവും ഒന്നുമല്ല നമ്മളുടെ സിനിമയ്ക്കുമ്പം അല്ലേ. അപ്പോൾ അവരെല്ലാവരും വളരെ ഫ്രഷായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. ഈ ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം യഥാർത്ഥത്തിൽ വുമൺ സെൻട്രിക് ആയിട്ടുള്ള ചിത്രങ്ങളും ഈ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം റാണി പത്നി അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു വുമൺ എംപവറിംഗ് ഫിലിം തിരഞ്ഞെടുത്തിട്ടില്ല. എന്താണ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാറിനെ കീപ്പ് ചെയ്യുന്ന ഒരാളെന്ന അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെയൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഉദാഹരണം സുജാത അങ്ങനത്തെ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് മാത്രം കഥ പറഞ്ഞാലേ വുമൺ എംപവർമെൻ്റ് ആവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതൊരു സ്ത്രീക്കും ഏതൊരു ചെറിയ കാര്യത്തിൽ നിന്നും എംപവേർഡ് ആവാം. അതിനൊരു സിനിമ തന്നെ വേണമെന്ന് ഒന്നുമില്ല. ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ എത്ര ശക്തിയുള്ള സ്ത്രീകളാണ് എല്ലാവരും, അല്ലേ? പല വ്യത്യസ്തതയുള്ള കഥകളും വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കടക്കമുള്ള പ്രേക്ഷകർക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് പോയാൽ ചെയ്യാൻ എനിക്കും മടുക്കും, കാണുമ്പോൾ നിങ്ങൾക്കും മടുക്കും.
അതിൽ ആദ്യത്തെ ഒരു മറുചോദ്യമാണ്. ആക്ച്വലി ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റണ്ടാണോ അതോ ആക്ഷൻ കോറിയോഗ്രഫിയാണോ? സ്റ്റണ്ട് എന്ന് പറയുകയാണെങ്കിൽ പഴയ നമ്മൾ കേൾക്കുന്ന ഫേമസ് സംഘടനം ത്യാഗരാജൻ സ്റ്റൈൽ ഓഫ് ആക്ഷൻ ഇതിലില്ല. കാരണം കഥ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളതിന് എതിർത്തുകൊണ്ടൊന്നുമല്ല, കഥ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആക്ഷനുകൾ എന്ന് പറയുന്ന നമുക്ക് ത്രസിപ്പിക്കുന്ന രംഗങ്ങളും അങ്ങനത്തെ മൂവ്മെൻറ്റ്സും ചടുതലുകളുടെ മൂവ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഇതിലുണ്ട്. അത് മഞ്ജു ആയാലും സണ്ണി ആയാലും ചെയ്തിട്ടുമുണ്ട്. ഇപ്പം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവാം, റോപ്പ് സ്റ്റണ്ട്സ് പൊതുവെ മഞ്ജു ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. ആദ്യമായിട്ട് റോപ്പ് സ്റ്റണ്ട് ചെയ്തത് ഈ സിനിമയിലാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു 8 ഡേയ്സിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിൽ മഞ്ജുവും സണ്ണിയും അതെല്ലാം ചെയ്തിട്ടുമുണ്ട്. അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ രംഗങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവുന്നതാണ്. ഹൊറർ സിനിമ എന്നുള്ളതിന് ഒരു പ്രത്യേക ജോണറായിട്ട് കാണാനുള്ള കഴിവ് അല്ലെങ്കിൽ ബുദ്ധി പ്രേക്ഷകർക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഹൊറർ സിനിമ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മേക്കേഴ്സ് ഒരിക്കലും ഈ ലോകത്ത് പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് ഒരു തർക്കത്തിലേക്ക് നീളുന്നില്ല. അതൊരു ജോണറാണ്. ഹൊറർ സിനിമ, ഈ ലോകത്ത് പ്രേതമില്ല അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ ഇല്ല എന്ന് അമിതമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ഹൊറർ സിനിമയും വർക്കൗട്ട് ആവില്ല, ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൊറർ സിനിമ കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട് എന്നൊരു കഥയാണ് ഇത് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു സൂപ്പർ ഹീറോ ആക്ഷൻ പടം കാണുമ്പോൾ ഈ ലോകത്തിൽ സൂപ്പർ ഹീറോകൾ എന്നുള്ളത് ആ ഒരു അമാനുഷികത്വമൊന്നുമില്ല. നമ്മളത് പോയി കാണുന്നില്ലേ, നമ്മൾ നല്ല ആക്ഷൻ മാസ് പടങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ്, അതൊരു ജോണറാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പടത്തിൽ എന്താ പറയുക, അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളൊന്നും തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല, എഴുതിയിട്ടുമില്ല, ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയായി ഇത് മാറില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പെൺകുട്ടിയുടെ ആത്മാവ് വന്ന് ഒരാളെ കൊല്ലാൻ നോക്കുന്നു, അങ്ങനത്തെ ക്ലീഷേ സ്വഭാവമുള്ള ഒരു എലിമെൻസും ഈ സിനിമയിലില്ല. പ്യൂർലി കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് ആണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പ്രേതം എന്നത് ഒരു എനർജിയാണെന്നും അതൊരു നെഗറ്റീവ് എനർജിയാണെന്നും ആ രീതിയിലുള്ളൊരു സയൻറ്റിഫിക് അപ്രോച്ചിലാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വന്നാലും ഒരു അന്ധവിശ്വാസം ആ ഒരു പ്ലെയിനിലോട്ട് ഞങ്ങൾ പോയിട്ടേ ഇല്ല. സോ അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. സൂപ്പർ എക്സൈറ്റഡ് പ്രോജക്റ്റിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ അത് കുറുപ്പാണ്. കുറുപ്പ് യഥാർത്ഥത്തിൽ മലയാളി പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടെയാണ്. വീണ്ടും ദുൽഖർ സൽമാനുമായിട്ട് യഥാർത്ഥത്തിൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു പുതുമയും കൂടി അതിനുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രോജക്റ്റിനെ എങ്ങനെ കാണുന്നു, എന്തൊക്കെയാണ് അതിന്റെ വിശേഷം? അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് കുറുപ്പെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയാണ് ആ സിനിമ കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഗംഭീര വിഷ്വലൈസേഷനാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത്രയും ബഡ്ജറ്റുണ്ട് ആ സിനിമയ്ക്ക്, അത്രയും ലൊക്കേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, കുറിപ്പിൻ്റെ തന്നെ ഒരുപാട് ലുക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും കുറിപ്പ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. തീർച്ചയായിട്ടും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഒന്ന് ഇളക്കി മറയ്ക്കും. ആണോ? അത് തന്നെ മതി. അവാർഡ് കിട്ടിയതിനെക്കാട്ടിലും സന്തോഷമുണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ. അസുരനിൽ ധനുഷ് ഏറ്റവും മികച്ച പ്രകടനമാണ്. അതെല്ലാവരും ഒരു എതിർപ്പും ഇല്ലാത്തൊരു അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായും അത് അർഹിക്കുന്നു. അതിൽ ഞാനും അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കുന്നു. ആ സിനിമയും മികച്ച തമിഴ് സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായതിലും സന്തോഷമുണ്ട്. അത് വലിയ കാര്യമല്ലേ അത്. അത് മാത്രമല്ല, മരക്കാറ് നമ്മുടെ മൊത്തം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാണ്. അതിലും ഞാൻ ഭാഗമാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വെട്രിമാരൻ പ്രൊജക്ട്സുകളുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് എങ്ങനെയുണ്ട്? അത് പറയുന്നത് ഒരു പുതിയ ഫിലിം കൾച്ചറും കൂടെയാണ്. അപ്പം അതെങ്ങനെയാണ് അതിന്റെ പാർട്ടാണ്? എനിക്കൊരു വളരെ ഒരു പഠന ഒരു അനുഭവമായിരുന്നു ആ സിനിമയുടെ ഭാഗം ആയപ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള സിനിമകളിലും നമ്മളെ ഭാഗമാക്കിയാൽ സന്തോഷം. അത് നല്ല കാര്യം. ഇതിലെ പോസ്റ്ററുകളെ കുറിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. വളരെ
പുതുമയുള്ള ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത് ഇനി വരുന്ന പോസ്റ്ററുകളും നിങ്ങൾക്ക് വളരെ ഒരു ഭയങ്കര കൗതുകം ജനിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പോസ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത ദിലീപ് ദാസ്, അദ്ദേഹത്തെയും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരുടെ ഒരു പങ്കാളിത്തവും ഈ ഒരു സിനിമയുടെ ഔട്ട്പുട്ടിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തില് മഞ്ജു വാര്യരുടെ പ്രായം വളരെ കുറവായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ചിത്രം ചതുർമുഖ ഇറങ്ങുന്നുണ്ട്. ഇതിൽ അതിനെക്കാട്ടിയും പ്രായക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ കാണുമോ? സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല തിരക്കിലാണെന്നാണ് കേട്ടത്, പ്രത്യേകിച്ച് മഞ്ജു വാര്യർ ഏതോ ബോളിവുഡ് ചിത്രത്തില്. അതിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോട്? അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച്. അത് മാധവനോടൊപ്പമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരു സംവിധായകനും നിർമ്മാതാവും ഒക്കെ പുതിയ ആൾക്കാരാണ്, ആദ്യമായി സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. ഹിന്ദിയാണ് ആ സിനിമയിൽ സംസാരിക്കുന്നത് ഞാൻ. അപ്പോൾ വളരെ നല്ല ഒരു തിരക്കഥയും വളരെ ശക്തിയുള്ള ഒരു കഥാപാത്രവുമാണ്. മലയാളികളുടെ മാനം കളയില്ല എന്ന വിശ്വാസത്തോടെ സിംഗ് സൗണ്ടും കൂടിയാണ്, അതും കൂടി. എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഹിന്ദി പ്രാക്ടീസ് ചെയ്യാൻ. ഇനി മലയാള സിനിമയ്ക്ക് മഞ്ജു വാര്യരെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പത്താ നഹി, ദേഖ് കെ ജാനനാ പടേഗാ. സണ്ണി ഒന്നാം തീയതി അനുഗ്രഹിക്കുന്ന ആന്റണി ഇറങ്ങുന്നു, അടുത്തത് തുടർന്ന് ചതുർമുഖം. കേട്ടത് റൂമർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം, ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഒരു മാസം 2 പടമെങ്കിലും വെച്ച് സണ്ണി വേണ്ടി റിലീസ് കണ്ടു. റിലീസുണ്ട്, അനുഗ്രഹീത ആന്റണി റിലീസുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറിപ്പാണെങ്കിലും ചതുർമുഖമാണെങ്കിലും കുറ്റവും ശിക്ഷയാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അത് മിക്കവാറും ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം കൊണ്ട് എല്ലാ മാസവും ഇറങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് തന്നെ കാണാം. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾ സിനിമ ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പം ഞാൻ സലീലിനോട് പറഞ്ഞു, ഇവിടെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആൻ്റണി എന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആൻ്റണി എന്നാണ്. ഞാനിപ്പോൾ ഒരു അനുഗ്രഹൻ ആൻ്റണി ചെയ്തു, അതോ ആൻ്റണിയാന്ന് പറഞ്ഞു. പിന്നെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ലായിരുന്നു, കാരണം ഓൾറെഡി മഞ്ജു വാര്യർ എന്നെ ആൻ്റണി എന്ന് വിളിച്ച് തുടങ്ങി കഴിഞ്ഞു. വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് ഈ പുതുമ എന്ന കാര്യത്തിൽ. ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100 പേര് ഈ സിനിമ കാണുകയാണെന്ന് വെക്കുക, അതിലെ 100 പേർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ആ 100 പേരും പറയുന്ന ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ പുതുമയുള്ള സിനിമയാണ്, ഇതുപോലൊരു സിനിമ മലയാളത്തിൽ വന്നിട്ടുമില്ല, ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. അത് 100 പേരും പറയും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ സിനിമയുടെ ബിസിനസ്സൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മൾ ആദ്യം പറയുന്ന കാര്യം ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്നാണ്. നമ്മൾ എല്ലാവരെയും കൊണ്ടുവന്ന് ആദ്യം ഈ സിനിമ കാണിക്കും, കണ്ടതിന് ശേഷം മാത്രമേ അവരതിനെക്കുറിച്ച് നമ്മൾ ബിസിനസ്സൊക്കെ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ വന്നതാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സെഞ്ചുറിയാണ് എടുത്തിരിക്കുന്നത്, അവരും സിനിമ കണ്ടിട്ടെടുത്തതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും സിനിമ കണ്ടിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അത് ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു മൊബൈൽ ഫോണിൽ പ്രേതമോ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ നമുക്ക് കൺസീവ് ചെയ്യാം. അത് നമുക്ക് ഭയങ്കര കോമിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് കോമഡി ത്രില്ലറായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ എലിമെൻറ്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ സാധനം ഡിസൈൻ ചെയ്തത്. കാരണം ഞങ്ങൾ ഈ സിനിമയെ കാണുന്ന ആദ്യം പ്രേക്ഷകനായിട്ടാണ്. നമ്മളത് ഡയറക്ടേഴ്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്രേക്ഷകനായിട്ടാണ് ഈ സിനിമ കാണുന്നത്. അപ്പം നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പല പടങ്ങൾ കാണുമ്പോൾ പറയുന്ന കുറ്റങ്ങൾ ഇല്ലാത്തൊരു സിനിമ ആണ് നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഈ കഥ ആദ്യം ജിസിനോട് പറയുമ്പോൾ, ഞങ്ങൾ കോട്ടയത്ത് വെച്ചാണ് കഥ പറഞ്ഞ് ജിസ് ആദ്യം ജിസിൻ്റെ കൂടെ പ്രൊഡക്ഷൻ പാർട്ട്ണറായ ജിസിൻ്റെ അനിയനാണ്. അപ്പോൾ ജസ്റ്റിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറയും. ജസ്റ്റിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ സോർട്ട് ഓഫ് ലൈക്ക് മൊബൈൽ ഫോണിൻ്റെ പ്രേതോ വർക്കൗട്ട് ആവുക ചായ എന്നൊരു ഐഡിയയിലാണ്. പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ജസ്റ്റിൻ വളരെ എക്സൈറ്റഡ് ആയി. കാരണം ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ചിലവർക്ക് അത് മൊബൈൽ ഫോണിൽ പ്രേതം എന്നുള്ള വളരെ നോർമൽ സാധനമായി തോന്നാമെങ്കിലും അത് അഭയും അനിലും എഴുതി കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു ത്രില്ലിംഗ് മോഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇതിലുണ്ട്.
കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയത് ജസ്റ്റിനെ കുറിച്ചാണ്. ജസ്റ്റിൻ്റെ അനിയനാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ ലൈൻ പ്രൊഡ്യൂസേഴ്സായി നമുക്ക് ബിനു ഉണ്ട്. ബിനു ഇവിടെ എവിടെയോ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഭയങ്കര രസമായിട്ട് ഈ പടം വർക്കൗട്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ച് കൂടെ കട്ടയ്ക്ക് നിന്നവരാണ്. പ്രൊഡ്യൂസർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? പ്രൊഡ്യൂസർ തന്നെ പറയും. പറഞ്ഞു ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. ഇതിൽ രസമുള്ളൊരു കാര്യം, എല്ലാം ജോഡികളാട്ടോ. സംവിധായകർ ഇരട്ടകളാണ്, എഴുത്തുകാർ ഇരട്ടകളാണ്, നിർമ്മാതാക്കൾ ഇരട്ടകളാണ്. അതെ, എന്താ നിരഞ്ജന സംസാരിക്കാത്തെ? പാസ് അടിച്ചടിച്ച് മറന്നു എന്ന് വിചാരിച്ചു. അല്ല പ്ലീസ്. അല്ല, ഈ പറഞ്ഞതുപോലെ അല്ല, ഇവർക്കാർക്കും കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസ്റ്ററിൽ കണ്ട ഓരോ പേരും. ഇത്രയും നല്ലൊരു കാസ്റ്റ്, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. എല്ലാവർക്കും ഒന്നുകൂടി വളരെ ഊന്നൽ കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് തിയേറ്ററിൽ തന്നെ ഇതിൻ്റെ ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റം ഇത് മനസ്സിലായി. ഇത് ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 8-ാം തീയതിയാണ്. ആ സമയത്ത് കറക്റ്റ് ഏപ്രിൽ 8-ാം തീയതിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റവും ആ ഒരു ക്വാളിറ്റിയിലുള്ള സൗണ്ടും എല്ലാം തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ഇത് ആസ്വദിക്കണം എന്ന്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പ്രസ് മീറ്റിന് വന്ന് ഞങ്ങളുടെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഏറ്റവും വലവുമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ബിനീഷും ബിനുവുമാണ്. നേരത്തെ പറഞ്ഞത്, അവർ ഈ സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പം എപ്പോഴുമുള്ള രണ്ടുപേരാണ്. അവരോട് രണ്ടുപേരോടും ഇപ്പം ഔപചാരികമായിട്ട് നന്ദി പറയുകയാണ്. താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു.